റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോഴും നമ്മൾ ചായ കട്ടിപ്പാലായിരുന്നു കേട്ടോ. അതിന് നമ്മൾ പാല് വെള്ളത്തിലോട്ട് ഒഴിക്കുക. നമ്മൾ പാലിതേ ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേയിലപ്പൊടിയും കൂടി എടുക്കണം കേട്ടോ. നല്ല അടിപൊളി തേയിലപ്പൊടിയും ദേ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി തേയിലപ്പൊടിയാണ് കേട്ടോ. ഇവിടെ ഷുഗറും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തേയിലപ്പൊടിയിലോട്ട് ഇടാം. ഓക്കെ, ഉമ്മച്ച ഇടുകയാണ്. നിങ്ങൾ കാണിക്കേ. അത് ഉമ്മച്ച തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. തേയിലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ തേയിലപ്പൊടി കുറച്ച് കൂടിപ്പോയി അമ്മച്ച. ഇല്ലല്ലേ, എന്ന് ഇടുന്ന പോലെ തന്നെ അടുത്ത ഉമ്മച്ച ഇടുന്ന പഞ്ചസാരയാണ്. അല്ല, കലക്കിയിട്ട് നമ്മൾ പഞ്ചസാര ഇടുവേ. നല്ലോണം കലക്കി കൊടുക്കുക കേട്ടോ. ഉമ്മച്ച നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഒരു 6:15 അല്ല, ഒരു 6:10 നമുക്ക് ചായ എന്തായാലും സെറ്റാക്കി ഉമ്മച്ച തന്നിരിക്കും. അത്രയും സമയം അതിനാണ് ഉമ്മച്ച തയ്യാറാക്കി. നല്ല അടിപൊളി ചായ ഉമ്മച്ച ഉണ്ടാക്കി തരും. അടുത്ത് നമുക്കിനി പഞ്ചസാര ഇട്ടോളൂ. ഉമ്മച്ചത് നല്ലോണം ഇത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ചായ ഇവിടെ പൊങ്ങി വരുന്നുണ്ടേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത് നമ്മളിനി ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടു. പിന്നെ അങ്ങനെ നമ്മൾ ചായയുടെ നല്ലോണം ഇതാക്കി കൊടുക്കുക കേട്ടോ. മിക്സ് ആക്കി കൊടുക്കുക. ശകലം ചായ മാമാക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. നല്ല അടിപൊളി ചായ ആണ് കേട്ടോ. നമ്മളെ ചായ ദേ അടുത്ത് പാത്രത്തിലോട്ടേക്കാക്കുകയാണ് കേട്ടോ. നല്ല ചായ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചായയാണ്. അപ്പം ഇതുപോലത്തെ വീഡിയോയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അടിക്കും. അപ്പം എല്ലാവർക്കും ബൈ.